മുറപ്പെണ്ണ്. രചനാ സംഭാഷണം മൈഥിലി മിത്ര. ഭാഗം 44. രമയോടൊപ്പം എല്ലാവരുടെയും നോട്ടം ഹാളിലേക്ക് വന്ന മാധവനിലേക്ക് എത്തി നിന്നു. അത് മോനെ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളുടെ അമ്മയല്ലേ. ചുമ്മുവിൽ നിന്നും കൈയെടുത്തിട്ട് അവർ മെല്ലെ കണ്ണൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്നു, ഒട്ടൊരു വിറയലോടെ. ഇങ്ങനൊരമ്മയ്ക്ക് പിറന്നവളാണ് ഈ നിൽക്കുന്ന ചുമ്മുവും. അതെന്തേ ആൻറ്റി മറന്നുപോയി? അവൻ നേരെ സെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് ഇടംകാലിന് മുകളിലേക്ക് വലംകാല് കയറ്റി വെച്ചു. അവൾ അങ്ങനെ ആയിപ്പോയി കണ്ണാ, ഞാൻ എന്താ ചെയ്യുക? മോൻ അവളോട് ക്ഷമിക്കണം, അവൾക്ക് ജാമ്യം അനുവദിച്ചു കൊടുക്കണം. അവർ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണിന് മുൻപിൽ ചെന്ന് നിന്ന് വിതുമ്പി. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം ആൻറ്റി ഇതുവരെയും പറഞ്ഞില്ല. ആൻറ്റിയുടെ മോളെ പോലെ ഒരു മോളല്ലേ ഇവളും. ഇവയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? മാധവൻ്റെ കണ്ണുകളിൽ അവരോടുള്ള ദേഷ്യം കത്തി നിന്നു. അതിന് ചുമ്മുമൊക്കൊന്നും സംഭവിച്ചില്ലല്ലോ കണ്ണാ. നടന്ന സംഭവങ്ങളെ അവർ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയം അവർ നിധിയുടെ അമ്മ മാത്രമായി. സ്വന്തവും ബന്ധവുമൊക്കെ അവർ മറന്നുപോയിരുന്നു. ഓഹോ, ഇപ്പം അങ്ങനെയായോ? ഇവക്കൊന്നും സംഭവിച്ചില്ലെന്ന് അല്ലേ? കൊള്ളാം, നന്നായിരിക്കുന്നു ആൻറ്റി. നിങ്ങളൊരു പാവ സ്ത്രീയാണെന്ന് കരുതിയത് എൻ്റെ മാത്രം തെറ്റ്. ഒട്ടൊരു പുച്ഛത്തോടെ കണ്ണൻ്റെ മുഖം അവർക്ക് നേരെ കോടി. കണ്ണ, നിങ്ങളുടെയൊക്കെ കാല് ഞാൻ വേണമെങ്കിൽ പിടിക്കാം. ഒരു പെങ്കൊച്ചാണെന്നുള്ള പരിഗണനയെങ്കിലും അവക്ക് കൊടുത്തൂടെ? രമ അവനോട് വീണ്ടും യാചിച്ചു. അവിടെ നടക്കുന്ന എല്ലാത്തിനും സാക്ഷികളായി നിന്ന പങ്കുവും സാവിത്രിയും മായയും രമയെ ദേഷ്യത്തോടെ നോക്കിയെന്നു. പക്ഷെ ചുമ്മുവിൻ്റെ മുഖം മാത്രം തീർത്തും നിർവികാരമായിരുന്നപ്പോൾ. പരിഗണന കൊടുക്കാൻ പറ്റിയ കുറ്റമല്ല അവൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. ഒരു തന്നെ കൂട്ടു തന്ന നിങ്ങളുടെ പുന്നാര മോളുടെ സ്വഭാവം എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. ചുമ്മുവിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടു പോകലിന് ചുക്കാൻ പിടിച്ച അവളെ ശരിക്കും പറഞ്ഞാൽ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. ഇത്രയൊക്കെ ചെയ്യാൻ ധൈര്യമുള്ള നിങ്ങളുടെ മോൾക്ക് ഒരു പെങ്കൊച്ചെന്നുള്ള പരിഗണന ഞാനെന്തിനു കൊടുക്കണം? മാധവിൻ്റെ കണ്ണുകൾ അവരെ ദഹിപ്പിക്കുന്ന രീതിയിലൊന്ന് ഒഴിഞ്ഞുപോയി. അങ്ങനെ പറയല്ലേ കണ്ണ, അവളില്ലെങ്കിൽ ഞങ്ങൾ ഈ 2 ജീവനുകൾ എങ്ങനെ ജീവിക്കും? നിതയുടെ അനിയത്തിയെ നയനെ കയ്യിൽ പിടിച്ച് വലിച്ചടുപ്പിച്ച് നിർത്തിയിട്ട് അവർ പൊട്ടിക്കരഞ്ഞു. നിങ്ങളിതേ കരച്ചിൽ ഒരിക്കൽ എൻ്റെ സ്റ്റേഷനിൽ വന്നു നിന്ന് കരഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ ആവോ രമാൻറ്റിക്ക്? നിങ്ങളുടെ ഭർത്താവ് മരിച്ചത് പിന്നെ വീട്ടിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടാണെന്നും നിതയ്ക്ക് മേലേടത്തെ ഓഫീസിൽ എന്തെങ്കിലും ജോലി കൊടുക്കണമെന്നും പറഞ്ഞ് നിങ്ങൾ വന്ന് എൻ്റെ കാല് പിടിച്ച കരഞ്ഞ ദിവസം. അന്ന് ഞാനൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ചുമ്മുവിന് ഈ ഗതി വരത്തില്ലായിരുന്നു. മാനുഷിക പരിഗണന എന്നൊരു സാധനം എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പൊന്നോര മോക്ക് മേലേടത്തെ ഓഫീസിൽ ജോലി കിട്ടിയത് തന്നെ. എന്നിട്ട് പാല് കൊടുത്ത കൈക്കിട്ട് തന്നെ അവൾ കൊത്തി. അവൻ്റെ കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നു കലങ്ങി. വലങ്കൈ സെറ്റിയുടെ ഹാൻഡിലിൽ മുറുകി. ഒന്നുമില്ലേലും ഈ വീട്ടിലെ മൂത്ത മരുമകളുടെ സ്വന്തക്കാരല്ലേ ഞങ്ങൾ. അങ്ങനെ വിചാരിച്ചെങ്കിലും എൻ്റെ കുഞ്ഞിനെ വെറുതെ വിട്ടൂടെ? രമയ്ക്കിനി എന്ത് പറഞ്ഞ് അവരോട് യാചിക്കണമെന്ന് അറിയില്ലായിരുന്നു. സ്വന്തം മകളുടെ പരിധികൾ ഓരോന്നായി കേൾക്കേണ്ടി വന്നതിൻ്റെ നിസ്സഹായാവസ്ഥ ഒരു വശത്ത്, പെറ്റ വയറിൻ്റെ സങ്കടം മറുവശത്ത്. അവർ എല്ലാവരുടെയും മുൻപിൽ നിന്ന് കരഞ്ഞുകൊണ്ട് കൈകൾ കൂപ്പി. അങ്ങനെ നിന്റെ മോളെ വെറുതെ വിടാൻ കണ്ണം വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ലെങ്കിലോ? പൊടുന്നനെ അങ്ങോട്ടേക്ക് കയറി വന്ന നാരായണിയമ്മയുടെ ശബ്ദമാണ് അവരുടെ ശ്രദ്ധയെ തിരിച്ചത്. അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ. പെറ്റ വയറിൻ്റെ ദണ്ണ ഒന്നും മനസ്സിലാക്കരുത്. ഹാളിലെ സോഫായിലേക്ക് വന്നിരുന്ന നാരായണിയമ്മയുടെ അരികിലേക്ക് അപ്പോഴേക്കും അവർ ഓടിച്ചെന്നിരുന്നു. ഇവിടെ നിൽക്കുന്ന എൻ്റെ മോളെ ഇന്നലെ വരെ അനുഭവിച്ച ദണ്ണ നീ കണ്ടായിരുന്നോന്ന്? ഒരു രാത്രി മുഴുവനും സ്വന്തം മകളെ കാണഞ്ഞപ്പോൾ എൻ്റെ സാവിത്രിക്ക് ഇതേ ദണ്ണം തന്നെയായിരുന്നടി ഉണ്ടായിരുന്നത്. നിനക്കിപ്പോൾ നിൻ്റെ മോള് ജയിലിലുണ്ടെന്നേലും വിചാരിച്ച് സമാധാനിക്കാം. പക്ഷെ ഇവളോടി ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വരാതിരുന്ന പെങ്കൊച്ച് വല്ല ആപത്തിലും പെട്ടോ അതോ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാതെ ഒരു ദിവസം മുഴുവനും മരിച്ചു ജീവിച്ച എൻ്റെ മോളുടെ സങ്കടം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർ രമയുടെ നേർക്ക് നോക്കി അലറി. അമ്മേ! സാരിത്തുമ്പ് കൊണ്ട് വായ പൊത്തി പിടിച്ചുകൊണ്ട്
രമ കണ്ണീർ വാർത്തു. നിങ്ങൾക്ക് നാണം തോന്നില്ലേ രമ ഇങ്ങനെ വന്നു നിന്നുകൊണ്ട് കൈനീട്ടി യാചിക്കാൻ? നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ മുഖം ഞങ്ങളെ കാണിക്കാൻ തോന്നുന്നു? എൻ്റെ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകാൻ കൂട്ടു നിന്നവളെ ജാമ്യത്തിലിറക്കാൻ ഞങ്ങളോട് തന്നെ വന്നു നിന്ന് കെഞ്ചുന്നല്ലോ. വല്ലാത്ത കഷ്ടം. കൃഷ്ണദാസിന് തൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവള് മോൾക്ക് വേണ്ടി യാചിക്കാൻ വന്നിരിക്കുന്നു, അതും മേലേടത്ത് വീട്ടിൽ വന്ന്. അടിച്ചതിനകത്ത് കയറ്റരുത് ഇവരെ രണ്ടിനെ. നാരായണിയമ്മ അവനോട് വീണ്ടും ചീറി. ഓഹോ, ഇപ്പം അങ്ങനെയായോ? അങ്ങനെയെങ്കിലേ എനിക്കും കുറച്ച് പറയാനുണ്ട് നിങ്ങളോടൊക്കെ. പോടും തന്നെ രമയുടെ ഭാവം മാറി. കരഞ്ഞുകൊണ്ടിരുന്ന കണ്ണുകളിൽ പകമുറ്റി. പണ്ടെൻ്റെ കൊച്ചിനെ കുളത്തിൽ ഇടാൻ വേണ്ടി ഈ ഒരുമ്പെട്ടോൾ ശ്രമിച്ചപ്പോൾ ഈ കാണുന്ന നിയമമൊന്നും അന്നില്ലായിരുന്നല്ലോ. അന്ന് ഞങ്ങൾ നിങ്ങളോടൊക്കെ ക്ഷമിച്ചില്ലേ? എൻ്റെ കൊച്ചിനെ കെട്ടിടത്തിന് മുകളിൽ നിന്നും ശ്രമിച്ച ഇവക്ക് എന്ത് ശിക്ഷയാണ് നിങ്ങളെല്ലാവരും കൂടി നൽകിയത്? അന്നൊന്നും ഇവക്കില്ലാത്ത ജയിലിൽ ശിക്ഷയൊന്നും എൻ്റെ മോക്കും വേണ്ട. ചുമ്മുവിൻ്റെ നേരെ നേർക്ക് വിരൽ ചൂണ്ടിക്കാട്ടി അലറുമ്പോൾ രമയ്ക്കൊരു ഭ്രാന്തിയുടെ രൂപമായിരുന്നു. മിണ്ടാതിരിക്കടി. എൻ്റെ കൊച്ചിൻ്റെ പേരിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ നീ ആരാടി? എൻ്റെ ചുമ്മു അന്നേ പറഞ്ഞതാ അവളല്ല നിൻ്റെ മോളെ തള്ളിയിട്ടതെന്ന്. നാരായണിയമ്മയുടെ ശബ്ദം ഉടൻ തന്നെ ഉയർന്നു. നിങ്ങളുടെ ചുമ്മു കള്ളം പറഞ്ഞാണെങ്കിലോ? അവൾ പറയുന്നതൊക്കെ വേദവാക്യെന്ന് പറഞ്ഞ് നടക്കുന്ന നിങ്ങൾക്ക് അവൾ പുണ്യാളത്തെയാണെന്നൊക്കെ തോന്നും. പക്ഷേ എനിക്കങ്ങനെയല്ല. എൻ്റെ കണ്ണിലും മേലാടത്തെ കൊച്ചുമോള് നടത്തിയവൾ തന്നെയാണ്. അവർ നാരായണിയമ്മയുടെ നേർക്ക് വിരൽ ചൂണ്ടി. രമേ, മതിയാക്കിക്കോ. എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ കൊച്ചിനെപ്പറ്റി അവാദങ്ങൾ പറഞ്ഞാലേ ഞാൻ കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് നീ കരുതരുത്. സാവിത്രി അപ്പോഴേക്ക് ഇടയിൽ കയറി. ഓഹോ, ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തി ഇവള് വേദവതി. തട്ടിക്കൊണ്ടു പോകലിന് കൂട്ടുനിന്നെന്നും പറഞ്ഞ് കള്ളക്കേസിൽ കുടുക്കി എൻ്റെ മോള് ക്രിമിനൽ കുറ്റക്കാരി. കൊള്ളാം, മേലെടുത്ത ശിക്ഷാവിധി കൊള്ളാം. നിങ്ങളുടെ മോള് നിങ്ങൾക്ക് വലുതാണെങ്കിൽ എനിക്കും എൻ്റെ മോള് വലുത് തന്നെയാണ്. അഗ്നി പോലെ എരിയുകയായിരുന്നു രമയുടെ കണ്ണുകൾ. രമേ! പൊടുന്നനെയാണ് ഉമ്മറവാതിലുകളിൽ നിന്നും ദേഷ്യത്തോടെയുള്ള വിളി അവരെ തേടിയെത്തിയത്. ചേച്ചി! തിരിഞ്ഞു നോക്കിയവർ കാണുന്നത് ഹാളിലേക്ക് കയറി വരുന്ന ദേവകിയാണ്. അവർക്ക് പിന്നാലെ ഭർത്താവ് ദേവരാജനും. എപ്പോഴും വളരെ സൗമ്യതയോടും ശാന്തതയോടും കാണപ്പെടുന്ന ദേവകിയുടെ മുഖം അപ്പോൾ പതിവിലും കൂടുതൽ ഗൗരവത്തിലായിരുന്നു. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ദേവകി രമയുടെ അടുത്തേക്ക് ചെന്ന് കലിപ്പോടെ ചോദിച്ചു. ചേച്ചി, നമ്മുടെ നിതമോള്, അവൾ ജയിലില്ല. എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേച്ചിയുടെ അനിയൻ്റെ ചോരയല്ലേ എൻ്റെ നിതമോള്. എന്ന് വെച്ചാൽ ചേച്ചിയുടെ ചോര. ഈ കൈകൊണ്ടല്ലേ ചേച്ചി അവളെ എടുത്തുകൊണ്ട് നടന്നത്. ചേച്ചി പറയുന്ന അനുസരിച്ചല്ലേ അവൾ ഇത്രയും വളർന്നത്. ഒന്നുമില്ലേലും മരിച്ചു പോയ ചേച്ചിയുടെ അനിയൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടിയെങ്കിലും ചേച്ചി നിതമോളെ രക്ഷിക്കണം. രമ അവരെ കണ്ടതും കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. രമേ, നീത ജയിലിൽ പോയെങ്കിൽ അത് അവളുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവളെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നീ ഇനി തറവാട്ടിലേക്ക് വരരുത്. ദേവകി അവനെ തന്നിൽ നിന്ന് അകറ്റി മാറ്റി നിർത്തി ഒട്ടൊരു ദേഷ്യത്തോടെ. ചേച്ചി, നീയും? ദേവകിയുടെ പൊടുന്നനെയുള്ള ഭാവമാറ്റത്തിൽ രമയൊന്ന് പതറി. അതെ, ചേച്ചി തന്നെയാ. പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ നിന്റെ വക്കാലത്തും പറഞ്ഞുകൊണ്ട് ആരുടെ അടുത്തും ചെല്ലുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിക്കണ്ട. എൻ്റെ ചുമ്മുവിനെ വേദനിപ്പിച്ച അവളെ ആര് വെറുതെ വിട്ടാലും ഞാൻ വെറുതെ വിടുമെന്ന് നീ ഒട്ടും കരുതുകയും വേണ്ട. അവർക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ചുമ്മുവിനെ ഓർത്ത് ദേവകിയുടെ മനസ്സ് അപ്പോഴും സങ്കടപ്പെടുകയായിരുന്നു. അപ്പോൾ ചേച്ചി ഇവരുടെ കൂടെയാണല്ലേ? നല്ലതാ ചേച്ചി. സ്വന്തം അനിയൻ്റെ കൊച്ചാണെന്ന് പോലുമുള്ള പരിഗണന ചേച്ചിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലല്ലോ. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ. പണ്ടെൻ്റെ ഭർത്താവ് പറഞ്ഞത് തന്നെയാണ് ശരി. നിങ്ങൾ വലിയ പണക്കാർക്ക് എന്തുവാവാം, ആരെയും ഇല്ലാതാക്കാം. പക്ഷേ ഞങ്ങൾ കാശില്ലാത്തവരെ കുറ്റവാളികളാക്കാൻ നിങ്ങൾക്ക് വലിയ ഇഷ്ടവുമാണ്. രമയുടെ ചുണ്ടിൽ പുച്ഛം വിരിഞ്ഞു. ആൻറ്റി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ മോളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് കണ്ണു നിറച്ചപ്പോൾ നിധിയുടെ മുകളിലുള്ള കേസുകളെല്ലാം എടുത്തു കളയാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചത്.
പക്ഷെ നിങ്ങളുടെ നാവേ നിങ്ങളറിയാതെ തന്നെ വിഷം തുപ്പി. അതുകൊണ്ട് നേരെ അങ്ങുള്ള കാര്യം പറഞ്ഞേക്കുക. ഇത് ഇപ്പോഴൊന്നും ജയിലിൽ നിന്നും പുറത്തിറങ്ങിയില്ല. അവൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ മുഴുവൻ അനുഭവിച്ചിട്ട് തന്നെ അവൾ ഇറങ്ങും. നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ പുറത്തിറങ്ങുമെന്നുണ്ടെങ്കിൽ ആൻറ്റി കേസിന് വയ്ക്കോളൂ. അതുവരെ മൗനമായിട്ടിരുന്ന ചുമ്മു രമയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് വളരെ ഗൗരവത്തോടെ പറഞ്ഞു, പോകുവടി, ഞാൻ കേസിന് പോവടി. അവളെ ജയിലിൽ നിന്ന് ഇറക്കുകയും ചെയ്യും. അത് പറയാൻ നീ ആരാ? രമ അവളെ ചാടിക്കടിക്കുവാനായി ചെന്നു. ആൻറ്റി ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, ഉടനെ തന്നെ. മര്യാദയ്ക്കാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങൾ സെക്യൂരിറ്റിയെ വിളിക്കേണ്ടി വരും. കണ്ണൻ അവർക്ക് നേരെ ആക്രോശിച്ചു. പോകാൻ തന്നെയാണ് വന്നത്, അല്ലാതെ ഈ വീട്ടിൽ കയറി താമസിക്കാനൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ പോണു. നയനയുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയവർ വീണ്ടും എന്തൊക്കെയോ ശാപവാക്കുകൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ വരാൻ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.